നമുക്കില്ലാത്തതിനെപ്പറ്റി ചിന്തിച്ച് വിഷമിക്കുന്നവരാണ് നമ്മളിൽ പലരും. അതില്ല ഇതില്ല എന്ന് പറയുമ്പോൾ നമ്മൾക്കുള്ള ഒരുപാട് അനുഗ്രഹങ്ങളെ നമ്മൾ മറന്നുപോകുന്നു. ഒരു നിമിഷം ഒന്ന് കണ്ണടച്ച് ചിന്തിച്ചു നോക്കൂ. ഇന്ന് നമ്മൾ ജീവിക്കുന്ന ഈ ജീവിതം ഇതുപോലെ ഒന്ന് സ്വപ്നം കാണുന്ന എത്രയോ ആയിരങ്ങളുണ്ട്. ഒരു നേരത്തെ ആഹാരം, സ്നേഹിക്കാൻ ചിലർ, കിടക്കാൻ സേഫായിട്ടൊരിടം, നാണം മറയ്ക്കാൻ വസ്ത്രം, ഒന്ന് എണീറ്റ് നടക്കാൻ കാലുകൾക്ക് ബലം, ഈ ലോകത്തെ കാണാനും കേൾക്കാനുമുള്ള ശേഷി, അങ്ങനെ അങ്ങനെ ഇവയൊക്കെ നമുക്ക് നൽകിയതിന്, ഈ ജീവിതം തന്നതിന് ഈ പ്രപഞ്ചത്തിനോട് അല്ലെങ്കിൽ ദൈവത്തിനോട് നമ്മൾ എത്ര തവണ നന്ദി പറഞ്ഞു? നമുക്കുള്ളതിനെ ചെറുതെന്ന് കരുതുമ്പോൾ നമ്മൾക്ക് ലഭിച്ച വലിയ സൗഭാഗ്യങ്ങളെയാണ് നമ്മൾ മറന്നു പോകുന്നത്. നമ്മൾക്ക് ലഭിച്ച സൗഭാഗ്യങ്ങൾക്ക് എപ്പോഴും നന്ദിയുള്ളവരായിരിക്കുക. നന്ദി എന്നുള്ളത് ഒരു ചെറിയ വാക്കല്ല, അതൊരു എനർജിയാണ്. നമുക്ക് ദൈവം തന്ന ചെറുതും വലുതുമായ അനുഗ്രഹങ്ങൾക്ക് എപ്പോഴും നന്ദി പറയുക. അങ്ങനെ ചെയ്യുമ്പോൾ കൂടുതൽ നല്ലത് നമ്മളിലേക്ക് ആകർഷിക്കപ്പെടുന്നു. ഈ നിമിഷം തൊട്ട് നമുക്കുള്ളതിനെ ഓർത്ത് നന്ദി പറയുക. കഴിക്കാൻ ഭക്ഷണം തന്നതിന്, കുടിക്കാൻ വെള്ളം തന്നതിന്, ഉടുക്കാൻ വസ്ത്രം തന്നതിന്, കിടക്കാൻ ഒരു വീട് തന്നതിന്, വാത്സല്യമുള്ള മാതാപിതാക്കളെ തന്നതിന്, സ്നേഹമുള്ള ഒരു തുണയെ തന്നതിന്, നല്ല മക്കളെ തന്നതിന്, നല്ല ആരോഗ്യമുള്ള മനസ്സും ശരീരവും തന്നതിന്, നല്ല സുഹൃത്തുക്കളെ തന്നതിന്, നല്ല വിദ്യാഭ്യാസം തന്നതിന്, അങ്ങനെ അങ്ങനെ. നിങ്ങൾ ഇപ്പോൾ തന്നെ ഒരു പേപ്പർ എടുത്ത് ഒന്ന് എഴുതി നോക്കൂ. അപ്പോൾ മനസ്സിലാവും നമുക്ക് ചെറുതും വലുതുമായ ഒരുപാട് അനുഗ്രഹങ്ങൾ ലഭിച്ചിട്ടുണ്ടെന്ന്. എപ്പോഴും നന്ദിയുള്ളവരായിരിക്കുക. അത് നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കും, തീർച്ച. ദിവസവും നിങ്ങൾ ഇതുപോലെ അന്ന് ലഭിച്ച അനുഗ്രഹങ്ങൾക്ക് നന്ദി പറഞ്ഞു നോക്കൂ, അല്ലെങ്കിൽ എഴുതി നോക്കൂ. നിങ്ങളുടെ ജീവിതം സൗഭാഗ്യം കൊണ്ട് നിറയുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. നല്ല സന്തോഷവും സമ്പൽ സമൃദ്ധിയും നിറഞ്ഞ ഒരു ജീവിതം നിങ്ങൾക്ക് ലഭിക്കും. ഇന്ന് നിങ്ങൾക്ക് ലഭിച്ച എന്ത് അനുഗ്രഹത്തിനാണ് നന്ദി പറയാൻ പോകുന്നതെന്ന് കമൻറ്റിൽ പറയണേ. താങ്ക് യു.